തിരുവനന്തപുരം വർക്കലയിൽ തെരുവനായയുടെ കടിയേറ്റ് ഗുരുതരാവസ്ഥയിലായിരുന്ന വൃദ്ധൻ മരിച്ചു. വർക്കല സ്വദേശി രാഘവനാണ് മരിച്ചത്. വിവരങ്ങളുമായി ജീവൻ ചേർന്നുണ്ട്. ജീവൻ, മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരുമ്പോൾ തന്നെ ഗൗരവതരമായിരുന്നു അദ്ദേഹത്തിന്റെ ആരോഗ്യനില. എപ്പോഴാണ് മരണം സംഭവിച്ചത്? വിവരങ്ങൾ. സൗമ്യ, ഇന്ന് രാവിലെ 6 മണിയോടുകൂടി വർക്കലയിലെ വീടിന്റെ വരാന്തയിൽ ഇരിക്കുകയായിരുന്ന 90-കാരനെയാണ് തെരുവുനായ്ക്കൾ കൂട്ടമായി എത്തി കടിച്ചു കീറിയത്. ആക്രമണത്തിൽ അതീവ ഗുരുതരമായിട്ടാണ് അദ്ദേഹത്തിന് പരിക്കേറ്റത്. മൂക്ക് പൂർണ്ണമായി നഷ്ടപ്പെട്ടിരുന്നു. മുഖത്തും കയ്യിലും ഗുരുതരമായ ആക്രമണമാണ് നായ്ക്കൾ നടത്തിയത്. എല്ലുകൾ പൂർണ്ണമായും പുറത്തേക്ക് തെള്ളി വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. രക്ഷപ്പെടാൻ 90% സാധ്യത ഇല്ല എന്ന് തന്നെയായിരുന്നു ഡോക്ടർമാർ ആ ഘട്ടത്തിൽ പറഞ്ഞിരുന്നത്. വൃദ്ധനെ അടിയന്തരമായി 2 ശസ്ത്രക്രിയകൾക്ക് വിധേയമാക്കിയെങ്കിൽ പോലും രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് വസ്തുത. ഇന്ന് രാവിലെ 6:30യോടുകൂടി വർക്കല മുണ്ടയിൽ അങ്കനവാടിക്ക് സമീപമുള്ള ചരുവിള പുത്തൻ വീട്ടിൽ രാഘവനാണ് ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നത്. സമാനമായ രീതിയിൽ 2 മാസങ്ങൾക്ക് മുമ്പ് വിഴിഞ്ഞം സ്വദേശിനിയായ തിരുവമ്മ എന്ന വൃദ്ധയും കൊല്ലപ്പെട്ടിരുന്നു. ഏതാണ്ട് ഒന്നര ആഴ്ച മുമ്പ് ഒരു 13-കാരിയായ കുട്ടിക്ക് പട്ടികളുടെ ആക്രമണത്തിൽ പരിക്കേൽക്കുകയും തുടർന്ന് പേവിഷബാധയേറ്റ് മരിക്കുകയും ചെയ്തു. സമാനമായ സാഹചര്യത്തിൽ മൂന്നാമത്തെ മരണമാണ് ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ ഉണ്ടായിരിക്കുന്നത് എന്ന് പറയേണ്ടതായി വരും. പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ചതിന് ശേഷം മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റും. തുടർന്ന് നാളെയായിരിക്കും ഒരുപക്ഷെ പോസ്റ്റ്മോർട്ടം ചെയ്യുക. അതിനുശേഷമായിരിക്കും സംസ്കാരമടക്കമുള്ള കാര്യങ്ങൾ തീരുമാനിക്കുകയും ചെയ്യുക. സൗമ്യ, ഒരുപക്ഷെ ജീവൻ, ഈ ഒരു സംഭവം നടന്ന് ആ സമയത്ത് തന്നെ വളരെ ഗൗരവതരമായ തരത്തിൽ തന്നെയായിരുന്നു പരുക്കുകൾ ഉണ്ടായിരുന്നത്. അതിന്റെ മുഖത്തിന്റെ ഒരു ഭാഗം തന്നെ പോയ അവസ്ഥയിലായിരുന്നു. ഈ പ്രധാനമായും ഇത്തരം മുറിവുകൾ തലയ്ക്ക് അടക്കം ഏറ്റിട്ടുള്ള ഗൗരവതരമായ മുറിവുകളാണോ ഇപ്പോൾ മരണത്തിലേക്ക് നയിച്ചിരിക്കുന്നത്? മുഖം ഏതാണ്ട് പൂർണ്ണ നഷ്ടപ്പെട്ട അവസ്ഥയിൽ തന്നെയായിരുന്നു. കൈക്ക് വലതു കൈയിൽ ആഴത്തിലേറിയ മുറിവുണ്ടായിരുന്നു. 1-ലേറെ നായ്ക്കൾ സംഘടിതമായി ആക്രമിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഇത്ര ഗുരുതരമായ മുറിവുകൾ ഉണ്ടായത്. മൂക്ക് പൂർണ്ണമായും നഷ്ടപ്പെട്ടു. പുറത്തും വയറ്റിലും തുടയിലും വലിയ തോതിൽ മാംസം നഷ്ടപ്പെടുകയും ചെയ്തു. അതേ തുടർന്നാണ് വൃദ്ധൻ ഗുരുതരമായ സ്ഥിതിയിലേക്ക് എത്തിച്ചേർന്നത്. രക്ഷപ്പെടുത്താനായി ഡോക്ടർമാർ കിണഞ്ഞു പരിശ്രമിച്ചുവെങ്കിലും അവരുടെ വൈദ്യശാസ്ത്രം രക്ഷപ്പെടുത്താൻ കഴിയുന്നതിന് അപ്പുറത്തായിരുന്നു ഇദ്ദേഹത്തിന്റെ നിലവിലത്തെ സ്ഥിതി. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ ഡോക്ടർമാർക്കായില്ല എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അല്പസമയങ്ങൾക്ക് മുമ്പാണ് മരണം സംഭവിച്ചത്. മരണം മെഡിക്കൽ കോളേജ് അധികാരികൾ തന്നെ ഇക്കാര്യത്തിൽ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. സൗമ്യ, ജീവൻ, അതായത് പുലർച്ചെ 4:30യോടുകൂടിയാണ് സംഭവം നടക്കുന്നത്. പിന്നീട് ഇത് ആളുകൾ അറിയാനും വൈകിയിട്ടുണ്ട്. അവർ നേരത്തെ തന്നെ നമ്മളോട് പലരും പറഞ്ഞിരുന്നു. പിന്നീട് നാട്ടുകാരാണ് ഇത്തരത്തിൽ ആക്രമിക്കപ്പെട്ട രീതിയിൽ കണ്ട ശേഷം ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതൊക്കെ. ഇങ്ങനെ ഈ ഒരു കാലതാമസമൊക്കെ കാര്യങ്ങൾ കൂടുതൽ ഗൗരവതരമാക്കിയിട്ടുണ്ടോ? സൗമ്യ, അങ്ങനെ അല്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. കാരണം രാവിലെ ആക്രമണം ഉണ്ടാകുന്ന ഘട്ടത്തിൽ തന്നെ വൃദ്ധന്റെ അലർച്ച കേട്ട് പ്രദേശവാസികളായ ആളുകൾ സമീപത്തേക്ക് ഓടിക്കൂടി. ബന്ധുക്കളടക്കമുള്ള ആളുകൾ കൂടി ചേർന്നാണ് ഇദ്ദേഹത്തെ എത്തിച്ചത്. ആദ്യം വർക്കല താലൂക്ക് ആശുപത്രിയിൽ പ്രാഥമികമായ ശുശ്രൂഷയ്ക്കായി എത്തിച്ചെങ്കിൽ പോലും ഇത് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യേണ്ട കേസാണ് എന്ന് അറിഞ്ഞതിനാൽ അവർ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുകയായിരുന്നു. എത്തിക്കാൻ കാലതാമസം ഉണ്ടായിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. രാവിലെ ഏതാണ്ട് വളരെ വേഗം തന്നെ അതിന്റെ പ്രോസസ്സിൽ പൂർത്തീകരിച്ച് മെഡിക്കൽ കോളേജിൽ എത്തിച്ചു. എന്നാൽ എത്തിക്കുന്ന ഘട്ടത്തിൽ തന്നെ വളരെ ഗുരുതരമായ സ്റ്റേജാണ് എന്ന് ഡോക്ടർമാർ രോഗിയോടൊപ്പം ഉണ്ടായിരുന്ന ബന്ധുക്കളെ അറിയിച്ചു. കാരണം മൂക്ക് പൂർണ്ണമായി നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു തരത്തിലും ഇനി അത് തിരിച്ചു വരാനുള്ള ഒരു സാധ്യത ഇല്ല എന്ന് തന്നെയാണ് ബന്ധുക്കളെ അറിയിച്ചിരുന്നത്. വളരെ ഗുരുതരമായ ആക്രമണമാണ് നടന്നത്. ശിലുവമ്മയ്ക്ക് സംഭവിച്ചതുപോലെ തന്നെയുള്ള വളരെ ഗുരുതരമായ ഒരു ആക്രമണമാണ് തെരുവുനായ്ക്കളുടെ ഭാഗത്തുനിന്നും. സൗമ്യ, അവിടെ ശിലുവമ്മയുടെ കാര്യത്തിൽ ഉണ്ടായത് തെരുവുനായ്ക്കൾ കടപ്പുറത്ത് വെച്ചാണ് ആക്രമിച്ചതെങ്കിൽ ഇത് വീട്ടിന്റെ വരാന്തയിൽ കിടന്നുറങ്ങുകയായിരുന്ന വൃദ്ധനെയാണ് ആക്രമിച്ചത്. രണ്ടും പ്രായമേറിയ ആളുകളാണ് തെരുവുനായ്ക്കളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് എന്നതാണ് ഇതിലും രണ്ടിലുമുള്ള ഒരു പൊതുവായ വസ്തുത. ജീവനാണ് വിവരങ്ങൾ നൽകിയത്. തെരുവുനായയുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ മെഡിക്കൽ കോളേജിൽ ചികിത്സ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന വൃദ്ധൻ മരിച്ചു.
കോഴിക്കോട് പറമ്പിൽ ബസാറിൽ 2.5 വയസ്സുകാരിയെ തെരുവ് നായ ആക്രമിച്ചു. വിവരങ്ങളുമായി വിനിഷ വൃന്ദാവൻ ചേരുന്നുണ്ട്. വിനിഷ, കുഞ്ഞിന്റെ നില ഇപ്പോൾ എങ്ങനെയാണ്? മറ്റു വിവരങ്ങളും. സൗമ്യ, നിസ്സാരമായ പരിക്ക് ഭാഗ്യത്തിന് എന്ന് പറയേണ്ടു. കുട്ടി കേട്ടിട്ടുള്ളൂ. ഇന്ന് ഒരു 12 മണിയോടുകൂടി കുട്ടി വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ് തൊട്ടടുത്ത പറമ്പിൽ നിന്നും ഒരു നായ ഓടി വന്ന് കുട്ടി ആക്രമിച്ചത്. മുഖത്തും നെഞ്ചത്തും നായയുടെ നഖത്തിന്റെ പാടുകളേറ്റ മുറിവ് മാത്രമേ ഭാഗ്യം തുണച്ചു എന്ന് പറയാം. ആ കുഞ്ഞിനെ കുട്ടിക്ക് ഏറ്റിട്ടുള്ളൂ. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ഇപ്പോൾ കുട്ടി വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. വളരെ നിസ്സാരമായ പരിക്ക് മാത്രമേ കുട്ടിക്ക് ഏറ്റിട്ടുള്ളൂ എന്ന് മാത്രമേ ഇപ്പോൾ പറയാൻ കഴിയൂ. ഇന്ന് രാവിലെയായിരുന്നു സംഭവം. നിലവിൽ മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റിയിൽ നമ്മൾ അന്വേഷിച്ചപ്പോൾ ഇന്ന് 4 കേസുകൾ തെരുവുനായ ആക്രമണത്തെ തുടർന്നുണ്ടായ 4 കേസുകൾ മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റിയിൽ എത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് അറിയാൻ പറ്റിയത്. സൗമ്യ, ഇതെല്ലാം ഈ ഒരു പ്രദേശത്ത് നിന്നാണോ വിനിഷ ഉണ്ടായിട്ടുള്ളത്? സൗമ്യ, കോഴിക്കോട് ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്നായാണ് ഈ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇതടക്കം 4 കേസുകളാണ് ഇന്ന് മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റിയിൽ വന്നത്. അതായത് അവിടെ നമുക്ക് അറിയാൻ കഴിയുന്നത് സ്ഥിരമായി ഇത്തരം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്ന് തന്നെയാണോ? ജില്ലയിൽ ആകമാനമുള്ള ഒരു കണക്കാണ് ഇപ്പോൾ ഞാൻ സൂചിപ്പിച്ചത്. ഈ ഒരു പ്രദേശത്ത് ഇപ്പോൾ ഈ ഒരു കുഞ്ഞിനേറ്റ ആക്രമണം ഇതാദ്യമായാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. തെരുവുനായ ശല്യം രൂക്ഷമാണ്. എന്നാൽ മനുഷ്യനെ ഉപദ്രവിക്കുന്ന രീതിയിലേക്ക് ഒരു തെരുവുനായ ശല്യം ഇതുവരെ ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നില്ല. ഇന്ന് ആദ്യമായാണ് ഒരു കുഞ്ഞിന് തെരുവുനായയുടെ ആക്രമണം ഏൽക്കേണ്ടി വന്നത് പറമ്പിൽ ബസാർ മേഖലയിൽ. സൗമ്യ, വിനിഷ, ഇവിടെ തിരുവനന്തപുരത്ത് ഒരു സ്ത്രീ ചിരുവമ്മ മരിച്ചത് കടൽ തീരത്ത് അവർ ഒറ്റയ്ക്ക് ഇറങ്ങിയ സമയത്തായിരുന്നു തെരുവുനായ ആക്രമണം ഉണ്ടായത്. ഇന്നിപ്പോൾ വർക്കലയിൽ വൃദ്ധന്റെ സംഭവം ഉണ്ടായിരിക്കുന്നത് അയാൾ വീടിന്റെ മുറ്റത്ത് വരാന്തയിൽ കടന്നുറങ്ങുമ്പോഴായിരുന്നു. പലപ്പോഴും ആൾത്തിരക്കില്ലാത്ത സ്ഥലങ്ങൾ മാത്രമല്ല, ആളുകളുള്ള സ്ഥലങ്ങളിലേക്കും തെരുവുനായകൾ കയറുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ കുട്ടിയുടെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? സൗമ്യ, കുട്ടി വീടിന്റെ മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു 12 മണി സമയത്താണ് ഇങ്ങനെ ഒരു ആക്രമണം കുട്ടിക്ക് നേരെ ഉണ്ടാകുന്നത്. വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. വീട്ടിലെല്ലാവരും ഉള്ള സമയത്ത് തന്നെയായിരുന്നു ഇങ്ങനെ ഒരു ആക്രമണം. വീടിന്റെ മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കുട്ടിക്ക് ആക്രമണം ഏറ്റത്. സൗമ്യ, വിനിഷ, കുട്ടിയുടെ ബന്ധുക്കളുമായൊക്കെ ബന്ധപ്പെട്ടു, അതായത് പെട്ടെന്ന് തന്നെ ഇവർ ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ? ഏതെങ്കിലും തരത്തിൽ ആ പ്രദേശത്ത് നേരത്തെ മുതൽക്കേ ഇത്തരത്തിൽ തെരുവുനായ ശല്യമൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള പ്രദേശമാണോ? അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമാണോ? കുട്ടിയുടെ അമ്മ കുട്ടിയുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു. കുട്ടിയുടെ കരച്ചിൽ കേട്ട് അമ്മ പെട്ടെന്ന് ഓടിയെത്തി നായയെ ഓടിക്കുകയുമാണ് ഉണ്ടായത്. അതിനാൽ തന്നെ കൂടുതൽ പരിക്ക് നായയുടെ ഭാഗത്തു നിന്നും കൂടുതൽ ആക്രമണം കുട്ടിക്ക് ഏൽക്കേണ്ടി വന്നിട്ടില്ല. നിലത്ത് വീണ് കിടക്കുന്ന നിലയിലായിരുന്നു കുട്ടി. കുട്ടിയുടെ മേൽ നായ കയറി നിൽക്കുന്ന ഒരു രീതിയിലായിരുന്നു എന്നാണ് സംഭവം കണ്ട കുട്ടിയുടെ മാതാവ് നമ്മളോട് പറഞ്ഞത്. കുട്ടിയുടെ നെഞ്ചത്തും മുഖത്തും നായയുടെ കാൽപാദങ്ങളുടെ നഖങ്ങൾ ഏറ്റ പാടുകളുണ്ട്. ആ മുറിവുകളാണ് കുട്ടിക്കുള്ളത്. വീട്ടുമുറ്റത്ത് തന്നെയായിരുന്നു സംഭവം. ഉമ്മ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഒരു നായ പാഞ്ഞു വന്ന് കുട്ടിയെ ആക്രമിക്കുകയായിരുന്നു എന്നാണ് ബന്ധുക്കൾ നമ്മളോട് പറഞ്ഞത്. സൗമ്യ, വിനിഷ വൃന്ദാവനാണ് വിവരങ്ങൾ നൽകിയത്. ജീവൻ കൂടി നമ്മോടൊപ്പം ചേർന്നുണ്ട്. ജീവൻ, ഇവിടെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സംഭവങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പലപ്പോഴും തെരുവുനായ ആക്രമണം ശക്തമായിരുന്ന ഘട്ടത്തിൽ ഈ വിധത്തിൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഇടങ്ങളിലേക്ക് തെരുവുനായ കൂട്ടമായ ആക്രമണത്തിനായി ഇറങ്ങുന്നു എന്ന തരത്തിലുള്ള കാര്യങ്ങളായിരുന്നു. ഇപ്പോൾ വർക്കലയിലെ ഈ വീട്ടിലെ സംഭവം എടുത്തു കഴിഞ്ഞാൽ തന്നെ ഇയാൾ വരാന്തയിൽ കിടന്ന് ഉറങ്ങുന്ന ഒരു സമയത്താണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. ഇവിടെ പൊതുവിൽ ഒരു വിജനമായ പ്രദേശമാണോ? എങ്ങനെയാണ് അവിടുത്തെ ഒരു സാഹചര്യം? എങ്ങനെയാണ് ജീവൻ? സൗമ്യ, ഒരു ജനവാസ കേന്ദ്രം തന്നെയായിരുന്നു ഇത്. നിരവധി വീടുകൾ അടുത്തടുത്തുള്ള പ്രദേശമാണ്. എന്നാൽ ഈ സംഭവം ഉണ്ടായ സ്ഥലത്ത് തന്നെ ഇതിനു മുമ്പും നിരവധി ആക്രമണങ്ങൾ തെരുവുനായ്ക്കളുടെ ഭാഗത്തു നിന്നും കുട്ടികൾക്കും ആളുകൾക്കും നേരെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് തെരുവുനായ്ക്കൾ നിരവധി വട്ടം റോഡിന് കുറുകെ ചാടുമ്പോൾ നിരവധി ബൈക്ക് യാത്രക്കാർ അവിടെ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. ഇതേ തുടർന്ന് അധികാരികളുടെ ശ്രദ്ധയിൽ ഈ തെരുവുനായ്ക്കളെ അമർച്ച ചെയ്യണമെന്ന് ജനങ്ങൾ പറയുകയും ചെയ്തിരുന്നു. എന്നാൽ അധികാരികളുടെ ഭാഗത്ത് നിന്ന് വേണ്ട ഒരു ജാഗ്രത ഈ കാര്യത്തിൽ ഉണ്ടായിരുന്നില്ല എന്നതാണ് അവിടെ ഉള്ള പ്രദേശവാസികൾ ആരോപിക്കുന്നത്. ഇത് സമാനമായ ആരോപണം ഇദ്ദേഹത്തിന്റെ മരുമകൻ ഇന്ന് നമ്മളോട് ബൈറ്റായി പറയുകയും ചെയ്തു. പ്രദേശത്ത് നമ്മൾ പോയപ്പോൾ
പ്രദേശവാസികളായ സ്ത്രീകളും സമാനമായ അനുഭവം തന്നെയാണ് നമ്മളോട് പങ്കുവെച്ചത്. ഒരുപക്ഷെ കുറെ കൂടെ ജാഗ്രത ഈ കാര്യത്തിൽ ഉണ്ടാകുമായിരുന്നുവെങ്കിൽ, തെരുവുനായ്ക്കളെ അമർച്ച ചെയ്യുന്ന ജാഗ്രത ഈ കാര്യത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഇത്തരത്തിലൊരു സംഭവം നടക്കില്ല എന്നാണ് പ്രദേശവാസികൾ നമ്മളോട് കൈരളി വാർത്താ സംഘത്തോട് പറഞ്ഞത്. സൗമ്യ, ജീവൻ, ഇവിടെ ഒരു മരുന്ന് വാക്സിൻ മാഫിയ സംബന്ധിച്ച ഒരു പരാതി കൂടി ADM-ന് ലഭിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യത്തിലൊക്കെ തന്നെയും വാക്സിന്റെ അടക്കമുള്ള പ്രാധാന്യം വളരെ വലുതാണ്. ഈ ഒരു സാഹചര്യത്തിലൊക്കെ ഈ ഒരു പരാതി എത്രത്തോളം ഗൗരവകരമായാണ് കൈകാര്യം ചെയ്യപ്പെടുന്നത്? ലഹരി വാക്സിൻ മാഫിയ പ്രദേശത്തെ നായ്ക്കൾക്ക് ലഹരി കലർന്ന ഭക്ഷണം കൊടുക്കുന്നത് കൊണ്ടാണ് നായ്ക്കൾ ഈ രൂപത്തിൽ ആക്രമിച്ചത് എന്ന് ആരോപിച്ചുകൊണ്ട് പ്രദേശവാസികളെ ആക്രമിക്കുന്നത് എന്ന് ആരോപിച്ചുകൊണ്ട് കേരള സ്ഥലീയ വിഭാഗം നേതാവായ AH ഹാഫിസാണ് ഇന്ന് അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന് ഒരു പരാതി ഇപ്പോൾ ഇന്ന് ഉച്ചയോടുകൂടി സമർപ്പിച്ചത്. പരാതിയിൽ മേൽ നടപടികൾ സ്വീകരിക്കുന്നതിന് ആറ്റിങ്ങൽ DSPയെ ADM ചുമതലപ്പെടുത്തുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ പരാതിയിലെ പ്രധാന ആരോപണം ഇപ്രകാരമാണ്: പേവിഷബാധ തടയുന്നതിന് വേണ്ടിയുള്ള ഒരു വലിയ വാക്സിൻ മാഫിയ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അവർ പേവിഷം ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികളാണ് പലപ്പോഴും തെരുവ് നായ്ക്കളെ ഈ രൂപത്തിൽ വളർത്തുന്നതിന് അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾക്കും സന്നദ്ധ സംഘടനകൾക്കും ഫണ്ട് ചെയ്യുന്നത്. അവർ ഇപ്പോൾ ഒരു പുതിയ നിലപാടിലേക്ക് എത്തിയിരിക്കുന്നു. ലഹരി കലർന്ന ഭക്ഷണം ആളുകൾ ജനവാസ കേന്ദ്രങ്ങളിൽ നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നു. ആ ഭക്ഷണം കഴിക്കുന്ന നായ്ക്കൾ ഈ രൂപത്തിൽ മനുഷ്യരെ വേട്ടയാടി കൊല്ലുന്നു എന്നതാണ് അദ്ദേഹത്തിന്റെ പരാതിയിലെ പ്രധാന ആരോപണം മാത്രമായതിനാൽ ഈ കാര്യത്തിൽ ഇത് സംശയ ദൂരീകരണത്തിനായി പോലീസ് തന്നെ അന്വേഷിക്കട്ടെ എന്നതാണ് ജില്ലാ ഭരണകൂടം. സ്വാഭാവികമായും ജീവൻ അതിൽ ക്ലാരിറ്റി ഒക്കെ വരേണ്ടതുണ്ട്. പക്ഷെ അത് ജനങ്ങളുടെയൊക്കെ വാക്കുകളിൽ നിന്നൊക്കെ ഈ ഒരു കാര്യത്തിനൊക്കെ എത്രത്തോളം സാധ്യതയുണ്ട്? സൗമ്യ, ജനങ്ങൾ പറയുന്നത് ഈ കാര്യത്തിൽ സജീവിലേക്ക് വരാം. വർക്കല MLA ശ്രീ വി ജോയ് നമ്മോടൊപ്പം ടെലിഫോൺ ലൈൻ ചേരുന്നുണ്ട്. ശ്രീ വി ജോയ്, ഇന്നിപ്പോൾ രാവിലെ ആക്രമണത്തിൽപ്പെട്ടിപ്പോൾ തിരുവനന്തപുരത്ത് ചികിത്സയിലായിരുന്ന വൃദ്ധൻ മരിച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ ഈ ഒരു വിഷയം രാവിലെ നമ്മൾ സംസാരിച്ചതിനേക്കാളും കൂടുതൽ ഗൗരവമായി തന്നെ എടുക്കേണ്ട ഒരു ഘട്ടമാണെന്ന് തോന്നുന്നു. ശ്രീ ജോയ്. വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയമാണിത്. ഇപ്പോ അല്പം മുമ്പാണ് പട്ടികടിയേറ്റ ആള് മരണപ്പെട്ടത്. ഞാനിപ്പോ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഉള്ളത്. അപ്പോ വളരെ സീരിയസ് ആയിട്ട് ഇതിനെ കാണുകയാണ്. അടിയന്തരമായിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇക്കാര്യത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കാനായിട്ടുള്ള നടപടികൾ അവരെടുത്തിട്ടുണ്ട്. ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ഒരുപക്ഷെ ചിരുവമ്മ എന്ന സ്ത്രീ തിരുവനന്തപുരത്ത് ആക്രമിക്കപ്പെടുമ്പോൾ അവർ ഒറ്റയ്ക്ക് ആ സമയത്ത് തെരുവുനായ്ക്കൾ ഉണ്ടാകാൻ സാധ്യതയുള്ള കടൽ തീരത്തേക്ക് ഇറങ്ങി എന്നതൊക്കെ ആയിരുന്നു പ്രശ്നം. ഇവിടെ ഇപ്പോൾ വീട്ടുമുറ്റത്ത്, അതായത് വരാന്തയിൽ കിടന്നുറങ്ങുകയായിരുന്നു വൃദ്ധൻ. അങ്ങനെ ഒരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. അതായത് നായ്ക്കളെ നമുക്ക് തെരഞ്ഞു പിടിച്ച് അതിന്റെ ക്യാരക്ടറോ അതിന്റെ സ്വഭാവമോ അനുസരിച്ച് നമുക്ക് ഇതിനെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റില്ല. അല്ല, ഇത് വീടിന്റെ സിറ്റ് ഔട്ടിലാണ് ഇദ്ദേഹം കിടന്നുറങ്ങിയത്. അവിടെ വെച്ചിട്ടാണ് ആക്രമണം ഉണ്ടായത്. പക്ഷെ ആ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത. വീട് പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. ഇദ്ദേഹത്തിന് വൈകുന്നേരം ഇയാളുടെ ബന്ധുക്കൾ ആരോ ഭക്ഷണം കൊണ്ടുപോയി കൊടുത്തിരുന്നു എന്ന് പറയുന്നു ഇപ്പോ. അപ്പോ അതിനുശേഷം എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ ആ വീട്ടിൽ ആരും ഇല്ലാതിരുന്നത് കൊണ്ടാണ് ഇത്രയും ഒരു പൈശാചികമായിട്ടുള്ള സംഭവമായിട്ട് അത് മാറുന്നത്. എന്തായിരുന്നാലും അടിയന്തരമായിട്ടുള്ള നടപടി സ്വീകരിക്കും. ഇന്നും നാളെയുമായിട്ട് ഈ അപകടകാരികളായിട്ടുള്ള പട്ടികളെ കൊല്ലുന്നതിനാവശ്യമുള്ള എല്ലാ ഏർപ്പാടും ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ അങ്ങനെയെങ്കിൽ ഇവിടെ രണ്ട് കാര്യങ്ങൾ സുപ്രധാനമായുണ്ട്. ഒന്ന്, നടപടികൾ തന്നെയാണ്. അതിന് പക്ഷേ കാലതാമസം എത്രത്തോളം ഉണ്ടാകും നമുക്ക് മനസ്സിലാക്കാൻ തന്നെ സാധിക്കുന്നതാണ്. പ്രത്യേകിച്ച് റൂറൽ ഏരിയ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ അങ്ങനെയുള്ള മേഖലകളിലേക്കൊക്കെ എങ്ങനെ ഇത് വ്യാപിപ്പിക്കും എന്നൊരു വിഷയം സുപ്രധാനമായും ഉണ്ട്. ഇത് പ്രധാനമായിട്ടുള്ളത് ഈ പട്ടികൾക്ക് ഉള്ള ആഹാരം ഈ സ്ഥിരമായി കൊടുക്കുന്ന ഇപ്പൊ ബസ് സ്റ്റാൻഡുകള്, ഹോട്ടലുകളുടെ പുറകുവശം, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറെ സംഗതികളുണ്ട്. അതെല്ലാം അടിയന്തരമായിട്ട് പരിശോധിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും അപകടകാരികളായിട്ടുള്ള പട്ടികളെ അടിയന്തരമായിട്ട് തന്നെ നശിപ്പിക്കുന്നതിനാവശ്യമുള്ള നിലപാടും 2 ദിവസത്തിനുള്ളിൽ സ്വീകരിക്കും. വളരെ നന്ദി ശ്രീ വി ജോയ് MLA അവസരത്തിൽ നമ്മോട് സംസാരിച്ചതിന്. രാവിലെ പട്ടികടിയേറ്റ് ഗുരുതരമായ അവസ്ഥയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന വൃദ്ധൻ അന്തരിച്ചു. അല്പം മുമ്പായിരുന്നു മരണം.